ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണശുഭനായ വ്യാഴവും പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹമായ ശനിയും രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം, ഈ ഒരു കാലം ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്രജാതകർക്കാണ് വളരെയധികം യോഗഫലങ്ങൾ ലഭിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ്. ഇവിടെ പറയുന്നത് 12 രാശികളിൽപ്പെട്ട ഒരു 5 രാശിക്കാരെ പറ്റിയാണ്. ഈ 5 രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ രാശിക്ക് വ്യാഴവും ശനിയും വളരെ ഉത്തമമായി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് നവംബർ 15 വരെയുള്ള ഒരു കാലത്തിൽ ലഭിക്കുന്ന ആ ഒരു ഫലത്തെപ്പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഫലം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രാശിക്ക് വ്യാഴവും ശനിയും നല്ല രീതിയിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഫലത്തെപ്പറ്റിയാണ്. അതുപോലെ തന്നെ അവരവരുടെ സ്വന്തം ജനന ജാതകം എന്നൊന്നുണ്ട്, അതിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. സ്വന്തം ജനന ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടങ്ങളും സ്വന്തം ജനന ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ, അതുപോലെ ശനി ശുഭനാണോ പാപനാണോ എന്നറിയണം. സ്വന്തം ജനന ജാതകപ്രകാരം വ്യാഴദശയാണോ ശനിദശയാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ശനിദശ വ്യാഴദശയൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചും ശനിയും വ്യാഴവും ശുഭനാണെങ്കിലൊക്കെ ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കും. അല്ലാത്ത പക്ഷം ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും. അതിനാൽ സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിരിക്കും. ഒരു 5 രാശിക്കാർക്ക് ഈ ഒരു വ്യാഴം ശനി ഈ 2 ഗ്രഹങ്ങളും ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. അതിലാദ്യം കർക്കിടക രാശിക്കാരാണ്. കർക്കിടക രാശിയിൽപ്പെട്ട പുണർദം പൂയം ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നവംബർ 15 വരെയുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ നേരിട്ടിരുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറും. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യം, ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള സമയം ജീവിതത്തിൽ അനുഭവപ്പെടും. എത്ര വലിയ കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും അതൊക്കെ വിട്ടുമാറത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും. എത്ര വലിയ ശത്രുതകളാണെങ്കിലും ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറും. എല്ലാവിധ എതിർപ്പുകളിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിച്ച് നല്ല രീതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറി ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന സമയം. ഭാഗ്യം പലർക്കും പലതരത്തിൽ ആയിരിക്കും അനുഭവത്തിൽ വരിക. ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോ തരത്തിലാണ് അത് ലഭിക്കുക. ചിലർക്കൊരു നല്ല ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുന്നത് മൂലമാകാം, അല്ലെങ്കിൽ നല്ല വിവാഹ ജീവിതം, അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാണ് അത് ഉത്തമമായിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. വിവാഹത്തിലുണ്ടായിരുന്ന ആ ഒരു തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയം. അതുപോലെ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അഷ്ടമശനിയുടെ ദോഷങ്ങളൊക്കെ നിങ്ങളെ നവംബർ 15 വരെ വിട്ടുമാറും. അങ്ങനെ ശനി ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരാകുന്ന രാശിക്കാരാണ് നിങ്ങൾ കർക്കിടകം രാശിക്കാർ. നവംബർ മാസം 15 വരെ അഷ്ടമശനി ദോഷമില്ല. ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാധീനതകളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ഈ ഒരു നവംബർ 15 വരെയുള്ള സമയം നല്ല ഭൂമിയോഗം, സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനുള്ള യോഗം, വിദേശ ജോലി, വിദേശ പഠനം, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ, ഭാഗ്യങ്ങൾ, അവരവരുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് നന്മകളാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്
നവംബർ 15 വരെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വ്യാഴവും ശനിയും വളരെ നല്ല ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സിൽ ഇത്രയും നാൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയവരാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ രണ്ടാമത് പുനരാരംഭിച്ച് പൂർണ്ണ വിജയത്തിലെത്തും. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഇത്രയും നാൾ വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഉയർച്ച, ഒരു ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്കൊരു സമ്പാദ്യം വന്നു ചേരുന്ന സമയം. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ചെയ്യുന്ന ജോലിയിൽ, വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ, ആരോഗ്യകാര്യങ്ങളിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, വിദേശ ജോലിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയമാണ്. ഈ സമയത്തെ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ സമയം സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നവംബർ 15 വരെയുള്ള ഒരു സമയം ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി അവരവരുടെ കർമ്മ മേഖല കൊണ്ട് ഉയർന്ന് കർമ്മത്തിൽ കൂടെ നല്ല വരുമാനം, ഗുണഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ജോലിയില്ലാത്തവരെ സംബന്ധിച്ചൊരു നല്ല ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം. വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്കും ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. സ്വന്തമായൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മത്തിൽ, ആ ബിസിനസ്സിലൊക്കെ നല്ലൊരു സാമ്പത്തിക ഉയർച്ച, ധനവരവ് ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. അതുപോലെ കണ്ടകശനി നടക്കുന്ന കാലഘട്ടമാണ്. നവംബർ 15 വരെയുള്ള സമയം കണ്ടകശനി ദോഷം ചിങ്ങം രാശിക്കാർക്ക് വിട്ടുമാറുന്നത് കൊണ്ട് നിങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ നേരിട്ടിരുന്ന പല പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞു മാറും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, കടബാധ്യതകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ വളരെ നല്ല മാറ്റം ഉണ്ടായി നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. പൊതുവെ നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. അതുപോലെ സ്വന്തം സന്താനങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം. നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. നവംബർ 15 വരെയുള്ളൊരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് വിവാഹത്തിനൊക്കെ പ്രായപൂർത്തിയായിട്ട് നിൽക്കുന്ന, വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്ന കുട്ടികൾ, കുടുംബത്തിൽ സന്താനങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മംഗല്യഭാഗ്യം നടക്കുന്ന സമയമാണ്. വിവാഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് തടസ്സങ്ങൾ നേരിട്ടവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി സന്താനങ്ങളുടെ, കുട്ടികളുടെ മംഗല്യഭാഗ്യത്തിനുള്ള സമയമാണ്. അതുപോലെ ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താനം, ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ചികിത്സകളും മറ്റും നടത്തി വരുന്നവരാണെങ്കിൽ ഒരു സന്താന ഭാഗ്യത്തിനുള്ള സമയവുമാണ് നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ളത്. ഒരുപാട് ഗുണഫലങ്ങൾ, ഒരുപാട് നന്മകൾ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല നന്മകളും നല്ല കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കും. അപ്രതീക്ഷിതമായ ധനവരവ്, നല്ലൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. പലർക്കും ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. വിദേശ ജോലിക്കൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും.
ചിങ്ങം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ ഉത്തമമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് വിദേശ പഠനം ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചും വളരെ ഉത്തമമായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു സമയം നവംബർ 15 വരെയുള്ള കാലഘട്ടം ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും സ്വന്തമായൊരു ഭൂമി വാങ്ങിക്കുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും, പലർക്കും ഒരു ഗൃഹപ്രവേശനത്തിന് വരെയുള്ളൊരു സാധ്യത, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനും എല്ലാം സാധിക്കുന്ന വളരെ നല്ല ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. കടബാധ്യതകൾക്കൊക്കെ ഒരു മോചനമാണ് നിങ്ങൾക്കുണ്ടാവുക. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. ഒരു നല്ലൊരു ധനവരവ് ലഭിച്ച് കടബാധ്യതകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ശത്രുതകൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറും. ഏതെങ്കിലും കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടോ മറ്റുമൊക്കെ കേസ് വഴക്കുകളിൽ കൂടെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയം. അതുപോലെ പൂർവികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഭൂമി ഒക്കെ ലഭിക്കാനുണ്ടെങ്കിൽ ആ സ്വത്തുവകകളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന സമയവുമാണ്. എല്ലാ തരത്തിലും നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. സമസ്ത മേഖലയിലും നിങ്ങൾക്കതിൻ്റെ മാറ്റമുണ്ടാകും. ഒരു സന്തോഷം, സുഖം, സമാധാനമൊക്കെ ലഭിക്കും. ഈ ഒരു സമയം നിങ്ങൾ ചിങ്ങം രാശിക്കാർ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജന്മജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നവംബർ 15 വരെയുള്ള ഒരു കാലഘട്ടം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നവംബർ 15 വരെയുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഗുണഫലങ്ങളും ലഭിക്കുന്ന സമയമാണ്. ആദ്യം എടുത്തു പറയേണ്ട നിങ്ങളെ സംബന്ധിച്ച് ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരും എന്നുള്ളതാണ്. ഇത്രയും നാൾ ജീവിതത്തിൽ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. അത്രമേൽ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് ഒരു ഭാഗ്യാനുഭവം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്രയും നാളില്ലാതിരുന്നൊരു സാമ്പത്തിക ഉയർച്ച, ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. കുടുംബത്തിലൊരു മംഗളകാര്യം, ശുഭകാര്യങ്ങൾ നടക്കുന്ന ഒരു കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭവുമാണ്. സ്വന്തം ബന്ധങ്ങൾ, അതുപോലെ സഹോദരങ്ങൾ, ഇവരുമായിട്ടൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി കുടുംബത്തിൽ തന്നെ സന്തോഷം, സുഖം, സമാധാനം അനുഭവത്തിൽ വരും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായൊരു ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു തൊഴിൽ, ഒരു ജോലി ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ധനവരവ് ഉണ്ടാകുന്ന സമയം. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും നാൾ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ലൊരു ഉയർച്ച, ഒരു ധനവരവ്, നിങ്ങൾക്കൊരു സമ്പാദ്യം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ആ സാമ്പത്തിക ഉയർച്ച, ധനവരവാണ്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു സന്തോഷം, സുഖം, സമാധാനമൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ച് ഒരു സന്താന ഭാഗ്യത്തിനൊക്കെ കാത്തിരിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യത്തിനുള്ള സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ് ഇത്. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരുപാട് നന്മകൾ, സന്തോഷങ്ങൾ, സുഖങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം, മംഗല്യഭാഗ്യം, അവരുടെ വിവാഹം നടത്തുവാനുള്ള യോഗം, അതിനുള്ള സമയമാണ്. അവരവരുടെ കുട്ടികളുടെ ഉയർച്ച ജീവിതത്തിൽ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. പൊതുവെ വൃശ്ചികം രാശിക്കാരെ പറ്റി എടുത്തു പറയണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിക്കാതിരുന്ന ഒരു മനസ്സന്തോഷം, ഒരു സുഖം നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് വൃശ്ചികം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമൊക്കെ ലഭിക്കത്തക്ക തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും. മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ശക്തി, ഒരു പ്രേരണയൊക്കെ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു നല്ല സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സുഖാനുഭവങ്ങൾ എന്താണെന്നറിയാത്ത വ്യക്തികളായിരുന്നു വൃശ്ചികം രാശിക്കാർ. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു സുഖാനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. മനസ്സിൻ്റെ പല പ്രശ്നങ്ങളും വിഷമതകളുമൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള പല നന്മകളും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മധൈര്യമൊക്കെ ലഭിക്കും.
അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും അവരുടെ ജോലി ബിസിനസ്സിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുമ്പോൾ പൊതുവേ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒരു സുഖം സന്തോഷം സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് നവംബർ 15 വരെയുള്ള ഒരു സമയം ലഭിക്കുന്നത്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയത്ത് പുതിയതായിട്ട് പല തൊഴിൽ സംരംഭങ്ങളും ബിസിനസ് സംരംഭങ്ങളുമൊക്കെ ആരംഭിക്കാൻ പലർക്കും സാധ്യത കൈവരും. ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ചെയ്യുന്ന ജോലിയിലൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനമാറ്റം, ഉയർച്ച, പദവി മാറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചും അവരവരുടെ ജോലിയിൽ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ഒരു മാനസികമായിട്ടുള്ളൊരു ഉണർവ് ഉന്മേഷമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ നന്മകളാണ്. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി സ്വത്തുവകകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമൊക്കെ യോഗമുള്ള ഒരു സമയവുമാണ് ഈ ഒരു കാലഘട്ടം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാനുഗ്രഹം, വളരെയധികം നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ആധികാരികമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം നല്ല ഗുണഫലങ്ങൾ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏഴരശനിയുടെ അവസാന പാദത്തിൽ കൂടെ കടന്നു പോകുന്ന ആ പാദശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് നവംബർ 15 വരെ ശനി ദോഷം ഇല്ലാത്ത ഒരു സമയമാണ്. ശനിയുടെ വക്രഗതി സഞ്ചാരം, അതുപോലെ വ്യാഴം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന സമയം. ഈ രണ്ട് ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം വളരെയധികം നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും നൽകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മകൾ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാലത്തിൻ്റെയോ വർഷത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതിയാകും. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ആദ്യം എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ചിലർക്ക് അവർ ചെയ്യുന്ന കർമ്മം, ജോലിയിലുള്ള ബുദ്ധിമുട്ട്, മറ്റു ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നം, കുടുംബാംഗങ്ങളുമായി സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കം, പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പണമിടപാടുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി മനസ്സിനൊരു സന്തോഷം, സുഖം, ഒരു ആത്മവിശ്വാസമൊക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, ഒരു 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവ് വരുന്ന അവസ്ഥ. നമ്മൾ എന്ത് നല്ല കാര്യത്തിനാണ് പണം ചിലവഴിക്കുന്നതെങ്കിലും അതൊക്കെ നമുക്ക് പാഴ്ചിലവായിട്ട് ഗുണപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് ചിലവായി പോവുക. ഒരുപാട് അലച്ചിലുകൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് പാഴ്ചിലവുകളിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് നിങ്ങൾക്ക് ഒരു ശുഭ ചിലവുകളൊക്കെ വന്നു ചേരുന്ന കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്. പലർക്കും നവംബർ 15 വരെയുള്ള സമയം കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, സ്വന്തമായി ഭൂമി വാങ്ങിക്കുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഇങ്ങനെയുള്ള ശുഭ ചിലവുകൾക്കായിട്ട് പണം ചിലവഴിക്കുന്ന അവസ്ഥ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കുറയും. പ്രധാനമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് അതൊരു കാര്യത്തിലല്ല, കുറേ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. ഒരു ധനപരമായ മുന്നേറ്റം, കടബാധ്യതകളൊക്കെ വിട്ടൊഴിയുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, സുഖമുണ്ടാകും. ഇത്രയും നാൾ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കാത്തവർ പോലും നിങ്ങളെ മാനിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിൽ
കുടുംബാംഗങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറും. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വെല്ലുവിളികളിൽ കൂടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ രോഗദുരിതങ്ങളിൽ നിന്നൊരു മുക്തി, ആശുപത്രി വാസങ്ങളിൽ നിന്നൊരു മുക്തിയൊക്കെ ലഭിച്ച് ശരീരത്തിന് തന്നെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കും. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളും, മറ്റുള്ളവരുടെ ശത്രുത, എതിർപ്പുകൾ, മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനം, വഞ്ചന, അതുപോലെ പണം സംബന്ധിച്ച് പണം കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്തൊരവസ്ഥ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ, അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കുക, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം. പൊതുവെ എല്ലാ തരത്തിലും മകരം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റമാണ് ഈ ഒരു നവംബർ 15 വരെയുള്ള കാലഘട്ടം വ്യാഴവും ശനിയും നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഓരോ മകരം രാശിക്കാരൻ്റെ ജീവിതത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. പലതരത്തിലുള്ള ചതി, വഞ്ചന, വേണ്ടപ്പെട്ടവർ പോലും കൈയൊഴിഞ്ഞ അവസ്ഥ, നമ്മളെ വിശ്വസിച്ചിരുന്നവർ പോലും നമ്മളെ ചതിച്ച അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പലർക്കും പലതരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് കുറച്ചധികം വർഷങ്ങളായിട്ട്. അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. സമാധാനമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. 7.5 ശനിയിലെ പാദശനിയുടെ ദോഷമൊക്കെ വിട്ടുമാറും നവംബർ 15 വരെ. ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് കാലം ജീവിക്കാൻ തക്ക തരത്തിലുള്ള ഒരു അടിത്തറ, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാകും. ഈ ഒരു സമയം മകരം രാശിക്കാർ ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഇനി കൂടുതൽ കാര്യങ്ങൾ അവരവരെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നവംബർ 15 വരെയുള്ള സമയം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടായ നക്ഷത്രജാതകരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 7.5 ശനി ആരംഭിച്ചത് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നവംബർ 15 വരെ നിങ്ങൾക്ക് ആ ഒരു ശനിയുടെ ദോഷം, ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ജന്മശനിയുടെ ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഒരു ഈശ്വരാനുഗ്രഹമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊരു മാറ്റം, ഒരു മുന്നേറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ചു, പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾക്കൊക്കെ പരാജയം, പല കാര്യങ്ങൾക്കും തടസ്സം, പലതും പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കുംഭം രാശിക്കാരായ പല വ്യക്തികളും അനുഭവിച്ചു വന്നിരുന്നത്. പലതും പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും അതിലുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലത്തിൻ്റെ ഒരാരംഭമാണ് ഇപ്പോൾ മുന്നോട്ടുള്ളത്. പകുതി വഴിയിൽ മുടങ്ങിയിരുന്ന നിങ്ങളുടെ ഒരു ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഒരു യോഗം, അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്, മറ്റു കാര്യങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളും മാറുക, നല്ലൊരു ജോലി ലഭിക്കുക, ജോലിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടായി കർമ്മ മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവും കാലവും ഒക്കെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇത്രയും നാൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യം, ഒരു ധനവരവുണ്ടാകും. എത്ര നല്ല ജോലി ചെയ്തിരുന്നവരാണെങ്കിലും എത്ര വലിയ ബിസിനസ് ചെയ്തിരുന്നവരാണെങ്കിലും വളരെ അപ്രതീക്ഷിതമായ ധനനഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായ കടബാധ്യതകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ വരുന്ന പണം എങ്ങനെ ചിലവാകുന്നു എന്നറിയാത്തൊരവസ്ഥ, ഒരുപാട് പാഴ്ചിലവുകൾ സംഭവിച്ച അവസ്ഥ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലിയൊക്കെ പലതരത്തിൽ അതിലൊക്കെ ഒരു മാറ്റം സംഭവിച്ച് ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നവർ ധാരാളമാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരാധീനതകൾ, കടബാധ്യതകൾക്കൊക്കെ ഒരു മാറ്റം, അതിന് തക്കൊരു ധനവരവ് വന്നു ചേരും. കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കുടുംബാംഗങ്ങളുടെ ഇടയിലാണെങ്കിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം.
അതുപോലെ നല്ല കാര്യങ്ങൾ ഒരാളോട് പറഞ്ഞാൽ പോലും അവർ അതിനെ നെഗറ്റീവായിട്ടെടുത്ത് ശത്രുവായിട്ട് നിങ്ങളോട് പെരുമാറുന്നൊരവസ്ഥയൊക്കെ പല കുംഭം രാശിക്കാർക്കും ജന്മശനി കാലഘട്ടം മുതൽ അനുഭവത്തിലുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിനൊക്കെ ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നത്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സമ്പാദ്യം, ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങൾ പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അനാവശ്യമായിട്ട് ഉണ്ടായിരുന്ന അലച്ചിലുകൾ, ഈ യാത്രകൾക്കൊക്കെ ഒരു സാവകാശം, സമാധാനം ലഭിക്കുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊരു ശുഭകാര്യത്തിനായിട്ട് ചിലവാക്കിയ പണം പോലും പാഴ്ചിലവായി പോകുന്ന അവസ്ഥ. ഏത് കാര്യങ്ങൾക്ക് പണം മുടക്കി പണം നിക്ഷേപിച്ചാലും അതൊന്നും നമുക്ക് തിരിച്ച് കൈകളിലേക്ക് വരാത്ത, എവിടെയെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ പോലത്തെ അനുഭവങ്ങൾ പലർക്കുമുണ്ട്. അതുപോലെ ആശുപത്രിവാസം, രോഗദുരിതങ്ങൾക്കായിട്ടൊക്കെ അപ്രതീക്ഷിതമായി സാമ്പത്തികപരമായിട്ട് ഒരുപാട് ചിലവുകൾ അനുഭവപ്പെട്ടവരാണ് കുംഭം രാശിക്കാർ. ഏറ്റവും വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കളെന്ന് കരുതിയവർ, സ്വന്തം ബന്ധത്തിൽപ്പെട്ടവർക്ക് ഒരു ആവശ്യത്തിന് പണം നൽകി, പക്ഷേ തിരിച്ച് നമ്മുടെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അവരൊക്കെ അത് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് വഞ്ചന, കബളിപ്പിക്കപ്പെടലൊക്കെ പലതരത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അത് ജോലി സംബന്ധം, കർമ്മസംബന്ധം, ബിസിനസ്സൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളാണെങ്കിൽ അതിൽ നിന്നൊരു മുക്തി, ശരീരത്തിൻ്റെ ആരോഗ്യം, ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തിയ ദമ്പതികളാണെങ്കിലും അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരവസരമുണ്ടാകും. സാമ്പത്തികപരമായിട്ട് ആ കടബാധ്യതകൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കത്തക്ക തരത്തിലുള്ള ധനവരവ് വന്നു ചേരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ലഭിക്കുന്ന സമയവും കൂടെയാണ്. അതുപോലെ കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു നല്ല നേട്ടം, ഉയർച്ച, അതുപോലെ വിദേശത്ത് പോയി പഠിക്കണം, വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനു യോഗമുള്ള സമയവുമാണ്. അതുപോലെ വിദേശത്തൊരു ജോലി ശ്രമിക്കുന്ന കുംഭം രാശിക്കാർക്കും അത് ലഭിക്കുന്ന വളരെ നല്ല സമയം. ഈ ഒരു സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം, ഒരു ഗുണഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ഈ ഒരു സമയം കുംഭം രാശിക്കാരായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് സ്വന്തം ജനന ജാതകം കൂടെയൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകവശാൽ ഉണ്ടെങ്കിൽ അതുപോലെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥാനവും ഭാവവും ഒക്കെ മനസ്സിലാക്കി ആ ജാതകവശാലൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.